നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ദൈവത്തിൻ്റെ സ്വന്തമാണെന്നും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങൾ ഉറപ്പായും നമുക്ക് ലഭിക്കും എന്നും നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഇതിനെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും അറിവുണ്ടായിരിക്കണം. 2 കൊരിന്ത്യർ 1-ാം 22 വാക്യത്തിൽ ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു. അച്ചാരം എന്ന പദം ആണിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 വ്യക്തികൾ തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ അതിൻ്റെ ഉറപ്പിനായി അഡ്വാൻസായിട്ട് മുൻകൂർ നൽകുന്ന തുകയ്ക്കാണ് അച്ചാരം എന്ന് പറയുന്നത്. ബാക്കി തുക ഇടപാട് നടത്തുമ്പോൾ തീർത്തു കൊടുക്കും. ദൈവം താൻ വാഗ്ദത്തം ചെയ്ത തൻ്റെ വാഗ്ദത്തങ്ങൾ തീർച്ചയായും നമ്മിൽ നിവർത്തിക്കും എന്ന് നമുക്ക് നൽകിയ ഉറപ്പാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിത്തന്നുകൊണ്ട് നമ്മളെ നടത്തുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നിറവേറ്റും. അവരെ അവരുടെ അവകാശത്തിലേക്ക് ദൈവം കൊണ്ടുവരും എന്നതിൻ്റെ ഉറപ്പാണ്. അതുകൊണ്ട് ദൈവം ഏതെങ്കിലും കാരണത്താൽ തൻ്റെ വാക്കുകൾ പിൻവലിക്കുമെന്നോ മനസ്സ് മാറ്റുമെന്നോ നാം ചിന്തിക്കേണ്ട കാര്യമില്ല. തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയ ശേഷം ഒരിക്കലും താൻ വാഗ്ദാനം ചെയ്ത ഭാവി അനുഗ്രഹങ്ങളെ നമുക്കൊരിക്കലും നൽകാതെ ഇരിക്കുകയില്ല. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട് എന്ന് നാം ഉറപ്പാക്കണം. പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായിട്ട് നൽകിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം വാക്യത്തിലും ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നത് ദൈവം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:14 തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമുക്ക് തരുന്ന അവകാശങ്ങളെക്കുറിച്ച് 1 പത്രോസ് 1-ാം 4 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയിക്കാത്ത, മലിനപ്പെടാത്ത, വാട്ടം ഏശാത്ത അവകാശം ഉണ്ട്. ആ അവകാശം നമുക്ക് ലഭിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നു. ഇനി നാം ചിന്തിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ്. ആരിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്? വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി ദൈവം കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി നിറയപ്പെടുന്നതിൻ്റെ അടയാളം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരമാണ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവുള്ള വ്യക്തി യേശുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ആരംഭിക്കും. ജോലിസ്ഥലത്ത്, കുടുംബത്തിൽ, സഭയ്ക്ക് വെളിയിൽ. സഭയ്ക്കകത്ത് സാക്ഷ്യം പറയുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു രക്ഷകനാണെന്നും യേശു ഏക സത്യദൈവമാണെന്നും ജീവിതാനുഭവങ്ങളിലൂടെ, ദൈവം നടത്തുന്ന വഴികളിലൂടെ, വചനത്തിലൂടെ മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ നമ്മെ ശക്തരാക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്.
നാം ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് യേശുവിനെ സാക്ഷിക്കുവാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ യേശുവിനെ സാക്ഷിക്കുന്നതിൽ ലജ്ജിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ശോധന ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളം ദൈവാത്മാവിനാൽ ആ വ്യക്തി നടത്തപ്പെടും എന്നുള്ളതാണ്. ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവൻ ആത്മീകനാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ജഡസ്വഭാവം ഉള്ളവൻ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളത് ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ ചിന്ത ആത്മാവിനുള്ളതാണെങ്കിൽ, ആത്മീക കാര്യങ്ങൾ ആണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഉയരത്തിലുള്ള ചിന്തകൾ, സ്വർഗീയ ചിന്തകൾ, ഘനമായത്, രമ്യമായത്, നീതിയായത്, സൽഗുണമായത് നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഭൂമിയിൽ ഉള്ളതല്ല, ഉയരത്തിൽ ഉള്ളത് തന്നെ നാം ചിന്തിക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു മുദ്രയായി, അച്ചാരമായി ഇരിക്കുന്നു. അതിൻ്റെ തെളിവ് നാം തന്നെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള വ്യാജേന ആരും ജീവിക്കരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാകും. പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ ലോകത്തെയും പാപത്തെയും പിശാചിനെയും ജയിച്ച് ഒരാത്മീക ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ആത്മാവാകുന്ന അച്ചാരം നമുക്ക് തന്നിരിക്കുന്നു. എന്തിനാണ്? ദൈവം വാഗ്ദത്തം ചെയ്തതെല്ലാം ദൈവം നിവർത്തിക്കും എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് അത് ചെയ്തിരിക്കുന്നു. സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.